പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ഈ ഒരു സംഭവം തേടിങ്ങാണ്ട് ഇത് ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ കിലോമീറ്ററോളം താണ്ടി അതിന് പോകട്ടാ നമ്മൾ ഫ്രണ്ട്സെല്ലാം കൂടിങ്ങാണ്ട് അത് എടുക്കാൻ പോവും. അങ്ങനെ അവിടുന്ന് വാരി വലിച്ച് കെട്ടി കൊണ്ടുവരുട്ട കൈയൊക്കെ മുറിവായിട്ടുണ്ടാകും. മൈലാഞ്ചിമേൽ എപ്പോഴും മുള്ളുള്ളതല്ലേ. അപ്പോൾ അതപ്പം നമ്മളെ മുറ്റത്തുണ്ടെങ്കിലും ആർക്കും ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതാ നമ്മൾ മൈലാഞ്ചിയൊക്കെ ഊരിക്കൊണ്ടുവന്ന് നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ടിക്കണം കേട്ടോ. എന്താ വെച്ചാൽ അമ്മിക്കിട്ടാണ് നമ്മൾ അരക്കേണ്ടത്. അപ്പോൾ നമ്മളിതിൽ നല്ല കട്ട ചുവപ്പാകാൻ എന്ത് ചെയ്യണമെന്നോ, ഈ പഴകിയ പുളി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. പഴകിയതില്ലെങ്കിൽ പിന്നെ പുതിയതായിക്കോട്ടെ, ഒരു നെല്ലിക്കക്കുരുവിൻ്റെ വലുപ്പത്തിൽ. അപ്പോൾ അത് നല്ലാണ്ട് ഇതാക്കിക്കാണ്ട് ഇതിൽ നന്നായി അരച്ച് ചേർക്കട്ടോ. നന്നായി അരച്ച് നല്ല ഭസ്മാക്കിക്കാണ്ട് നമുക്കുണ്ട് അരച്ചെടുക്കാം. അമ്മിക്കാവുമ്പോൾ, മിക്സിയിലാവുമ്പോൾ ഒരുപാട് കറണ്ട് ഇതിന് കളയേണ്ടി വരും. പക്ഷേ ഇതുകൊണ്ട് അരിഞ്ഞ് കിട്ടൂല കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായി അരച്ച് രാത്രി നമ്മളെ കൈമലൊക്കെ തൊപ്പിയൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ ഒന്ന് ഉറങ്ങിച്ചാൽ തന്നെ നമുക്ക് മൈലാഞ്ചി ചോക്കുമല്ലോ. അപ്പോൾ അതാ നമ്മൾ രാവിലെ ഒന്ന് എടുത്തുകാണ്ട് പൊളിച്ച് നോക്കാൻ കേട്ടോ. ഒരു കവറൊക്കെ ഇട്ടുകാണ്ട് മൂടീന് ബെഡ്ഷീറ്റിലൊന്നും ആവാതെ നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഒറ്റ യൂസിൽ തന്നെ നല്ല ചുവപ്പായിക്കണം. ഇനി ഒന്നും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ഷെയർ ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.